റെഡി കൊടുക്കും മുറുമുറുവേ. പിള്ളേര് പറഞ്ഞത് ശരിയാണ്, പ്രൈവസി കുറച്ച് സീരിയസ് ആയി എടുക്കണം. ജസ്റ്റ് എ ഫ്രണ്ട്ലി സജഷൻ. കറക്റ്റാണ്. അടുത്ത പ്രാവശ്യം തൊട്ട് ശ്രദ്ധിച്ചേക്കാം. ഇപ്രാവശ്യം നിങ്ങൾ ഇതെല്ലാം മറന്നു കളഞ്ഞേര്. മറന്നുകളാ. എന്താ ഇത് മാത്രം എപ്പോഴും വരുന്നു ഈ മാപ്പ്? ഇത് സംഭവം ഇപ്പൊ ആരും മാപ്പൊന്നും ഡൗൺലോഡ് ചെയ്ത് കാണിയല്ലായിരിക്കും. അത് നേരെ കേട്ടോ, ക്രിസ് എപ്പ കളിക്കാൻ വന്നാലും ഈ മാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കളിക്കാൻ വരുമ്പോഴത്തെ കാര്യം പറഞ്ഞ, ഞാൻ എപ്പോ കളിക്കാൻ വന്നാലും ഈ മാപ്പ് വരും. ആയിട്ടാ എടാ ജാക്ക് റീച്ചറെ, നിനക്ക് പുത്തനുടുപ്പൊന്നും ഇല്ല, ഈ പഴയ ഉടുപ്പേ ഉള്ളോ? ഇതോ ആ അപ്പൊ അതുകൊണ്ടായിരിക്കും വലിയ രാജാവിന്റെ ഉടുപ്പൊക്കെ ഇട്ടായിരിക്കും വന്നേക്കുന്നേ. ഈ സായിപ്പിന് എന്ത് ക്രിമികടിയാന്ന് നോക്കി. ഇവിടെ വന്ന് വെട്ടേണ്ട ആവശ്യമുണ്ടോ അവന്? ഇല്ല, ഞാനൊരു ജെന്റിൽമാനാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോ ചിലപ്പോ ഇവനെ കിട്ടിയാലോ കൊടുക്കൂലേ? ഇല്ല അല്ല, ഇതാരും ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇത് കേൾക്കടുവ, ഇതാ സായിപ്പ്. ഇത് ആ കോടാലിയും കൊണ്ട് നടക്കുന്നവൻ. ഇത് അതല്ല കണ്ടു ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു നീല കണ്ണുള്ളവൻ, മാഷ്മെല്ലോ. അത് തന്നെ. നമ്മള് നാലേ ഉള്ളല്ലോ. ആരടാ തേച്ചേ? ആരാണേലും കുഴപ്പമില്ല. രണ്ടു പേരുടെ കളി കളിക്കും. ഞാനെന്നാ ഇറങ്ങട്ടോ. ഫയർ ആൻറ്റി, ബാക്കി ഓരോരുത്തർ വെച്ച് ഞങ്ങൾ 3 പേരും. ഓക്കെ, പോടാ ഒന്ന്. പറഞ്ഞായിരിക്കും ഞാൻ എടുത്തു. ഇച്ചിരി പുഷ് ചെയ്യാലേ. ഏ സൈഡിലോട്ടാണ് തോന്നുന്നു. അയ്യോ ഞാൻ ചത്തുപോയടാ, കടുവ വന്നവിടെ. ഹായ്. ആദ്യമേ അങ്ങ് അടിച്ചു കൊന്നാ മതിയായിരുന്നു. എന്റെ ബോബി പോലും ചത്തില്ല. കേട്ടോ. നീ ചത്തോ? ഒരാളും കൂടി ഉണ്ട്. എവിടെ? എന്നാ പിന്നെ ഡിഫ്യൂസ് ചെയ്തോ. അവര് കേക്കണ്ട, എന്നിട്ട് വേണം എന്നെ ഇവിടെ വന്ന് പൊങ്കാലയിടാൻ. എന്താണ് മതി എല്ലാരും തീർക്കാന്ന് പറയാറുണ്ട്. സൂപ്പറാന്ന് പറയായിരുന്നു. അല്ല, അത് നേരെ ക്രിസ്തു മതി എല്ലാരെയും തീർക്കാൻ. നമ്മളൊക്കെ വെറും പ്രഹസനം. ആര് പറഞ്ഞു സൂപ്പർ അല്ലേ? മതിടാ. ഫയറാൻറ്റി കുറച്ച് കാശൊക്കെ തരുവാണെങ്കിലേ എന്നെ സാലറി ഞാൻ പൊക്കി പറഞ്ഞോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയാതല്ലേ. ഞാനാ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഇതല്ലേ മാറ്റിയടോ കേറണ്ടായിരുന്നു. എടാ മുർബുറു, ക്രിസ്തുവിന്റെ കൂടെ ഉണ്ട്. ആണ്ടേ വരാ. എടാ നീ എങ്ങനെയാടാ സ്നൈപ്പർ വെച്ച് ഇങ്ങനെ കളിക്കുന്നത്? എന്റെ ക്രിസ്തു, അതല്ലേ പറഞ്ഞ ക്രിസ്പ്രോ പൊളിയാന്ന്. ഒന്നേ ബോംബ് വെക്കണം. അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ. എടാ നീ അല്ലേ ഇറങ്ങിപ്പോയത്? സ്പാർക്കായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ തേച്ചത്. പാർക്കായാലും ഗ്രൗണ്ട് ആയാലും ഇറങ്ങിപ്പോയി. നീ ഇങ്ങ് ബാ കേട്ടോ, അടുത്ത കളി ബാ. അതിന് ഞാൻ കേട്ടിട്ട് കിക്ക് ഔട്ട് ചെയ്യും.
ഭയങ്കര ചെക്കാരിയാണല്ലോ ഫയർ ആൻഡി. ആണോന്ന്? കൊച്ചുങ്ങളുടെ മനസ്സാ. അതൊന്ന് പേടിപ്പിച്ചാ മതി, ഇവിടെ ഇരുന്ന് കരയുന്ന കാണാന്ന്. പൊളി സാധനം. എന്റെ ക്രിസ്സേ, കണ്ണ് കിട്ടിയിടോ നിനക്ക്? ചേച്ചി എടാ പറഞ്ഞു അല്ല. ഗോസ്റ്റേ പറഞ്ഞോ, നീ പറഞ്ഞോ. ചേച്ചിന്ന് വിളിച്ച എന്റെ ബാക്കി വരട്ടെ. ബാക്കി വരട്ടേന്നോ? മറന്നുപോയി. ബാക്കി വരട്ടെ അല്ല, നീ അല്ല, ഇതവിടെ ചാറ്റില്. ചേട്ടലാണോ? പോര് പോര്. മിക്കവാറും ബിയിലോട്ട് വിഷയായി. ബിയിലോട്ടോ? പിടിച്ച് കളിക്കണേ, അടി വരും. ഒരു 3 റൗണ്ട് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, ഈ മാച്ചാണെന്ന് നമുക്ക് അറിയാം, എന്നാലും എന്നാലും മാച്ചാണല്ലോ. കിട്ടുന്നതാണല്ലോ. അതെ, മാച്ചാണല്ലോ. 4 പേരെ വെച്ച് നമ്മൾ ജയിച്ചാൽ നമുക്ക് സംഭവല്ലേ. അതെ അതെ. ഫയർ ആൻഡ് അസിസ്റ്റിൽ ഒരു നിലയും ഉണ്ടാകും. ഇമാർക്ക് അവൻ അടിച്ചാൽ കിട്ടും. മിഡിൽ എടുത്തൻ അടുത്ത് അടിച്ചാൽ കിട്ടും. അവന് അത്രയും HP കുറവാ. ഹട്ടിലെങ്ങാണ്ടുണ്ടവൻ. അയ്യോ എടാ, വേറെന്തോ സാധനം. ഫ്രണ്ട്ലി ട്രിപ്പ് സെൻസറോ? സായിപ്പോ തന്നെ വരഞ്ഞിട്ടു. ജാക്ക് റീച്ചർ ഞാനും ആദ്യം മരിക്കുന്നുണ്ട്. എനിക്കൊരു കൂട്ടുണ്ട്, അല്ലെ എനിക്ക് വിഷമമായി പോയി. എടാ അവിടെ 5 പേരും ഉണ്ട്. എന്നെ ഇപ്പൊ അവരെല്ലാം പട്ടിയെ അവിടെ തന്നെ തല്ലുന്ന പോലെ തല്ലുന്ന കാണാൻ. വിഷയമില്ല. ഇനിയാണ് ലൈവിലുള്ള എല്ലാവർക്കും ക്രിസ്പ്രോയുടെ ഒരു ഏസ് വേണം. അതെ, എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മച്ചി അയ്യടാ, കൺകഷൻ എറിഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഏസ് കണ്ടേ. ബ്രോ ഹിറ്റ്മാർക്കാ ബ്രോ ഓടി രക്ഷപ്പെടാം. ഒരു കോള് വന്നതാ. ഓക്കേ, നോ ഇഷ്യൂ. ഇൻവൈറ്റ് മീ. അടിയാം. അത് സ്പോണിൽ തന്നെ എന്നാളിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ, ക്രിസിനെ ആദ്യം ഇട്ടോ. ഞാൻ അതിലെ പോയാ മതിയായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ വീണോളുമായിരുന്നു. നോക്കി കയറണേ. അമ്മച്ചി ഇതാരാ? സായിപ്പ് എന്താ ഗോകുലിന് വരുന്നേ? സായിപ്പ് കുറെ കൂടെ ഇനിയിപ്പോ ജാക്ക് റീച്ചറിന്റെ കളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മള് പുഷ് ചെയ്ത് അതത്രേ ഉള്ളൂ. ഞാനിപ്പോ ലൈവില് നാണം കെടും. ശ്ശോ. എന്നെ അവൻ കളിച്ചേ വർക്ക് ആവത്തില്ല, കാരണം നല്ല സ്പീഡിൽ അടിക്കണം. അല്ല എന്റെ ചേച്ചി, ഞാൻ ചേച്ചി എന്ന് വിളിച്ചതാ. ഞാൻ വെറുതെ വിളിച്ചതാന്നല്ലേ? ഓക്കെ. അയ്യോ ബോംബ്. അയ്യോ സായിപ്പ്. ബ്രോ താഴെ അവിടെ ഉണ്ട്. അടിച്ചോ. അപ്പുറത്തോട്ട് പോ. ആണ്ട് പോണു. മേലെ എടാ ബാക്കിലടാ. ഉള്ളിൽ കയറിക്കോ. നിലത്തൂടെയൊക്കെ നടപ്പുണ്ടവൻ. ഓഫ്, അതിന്റെ ഉള്ളില് അടിച്ചോ. നല്ല ഹീറ്റുണ്ടേ. ഇതില് ചാടി അവൻ. ചാടി. ഓഫ്, നൈസ്. സുഖം. ഒരു സ്പാർക്ക് കുറവ് കാണുന്നുണ്ടല്ലോ. ചെറുതായിട്ട് കാണുന്നുണ്ട് ഒരു സ്പാർക്ക് കുറവ്.
പറയുന്നില്ല. കളിക്കാൻ കയറി വന്നിട്ട് ഇറങ്ങിയും പോയിട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കളിക്കുന്നത്. കടന്ന് കളിക്കുന്നതെന്ന്. ഞാൻ എന്തായാലും പുഷ് ചെയ്യുന്നില്ല. സായിപ്പാട്ട സ്നൈപ്പർ എടുക്കുന്ന ബീഡ് അവിടെ ഇപ്പണ്ടേ. വീട് അവിടെയാണോ? നെയില് ബോംബ് വെക്കട്ടെ. അയ്യോ എന്റെ അടുത്തോട്ട് ആരോ വരുന്നേ. അതെങ്ങനെയാ ഞാൻ വീട്? എടാ MG ഈ രണ്ടുപേരെ കിട്ടും. അവര് 4 പേരുണ്ട്. അതിന് MG ഒക്കെ എടുത്തേ കളിക്കൂ. 4 5 പേര്. ഡെൻവറെ ഹായ് എന്നിട്ട് ഹായ്. MG ഒക്കെ അയ്യോ. ആയിപ്പോ ചേട്ടാ വാൻഡലൈസറെ ഹലോ ഹലോ. പബ്ജിയിലാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞു നോക്കുന്ന സംഭവം ഓ ഉണ്ടല്ലേ. ഷിറ്റ്. നീ ചത്ത. ഓക്കെ ബൈ, പിന്നെ വരാം. ഓക്കെ MD2 ഒക്കെ എടുത്ത് കളിക്കുന്ന നാളല്ലേ. ഇനിയിപ്പോ MG 82 വരുമ്പോ എല്ലാവരുടെയും അതായിരിക്കും കുത്തി പിടിച്ചോണ്ടിരിക്കും. എടാ അങ്ങനെ നമ്മള് അടിച്ചാക്ഷേപിക്കരുത്. മറ്റേത് വെച്ച് വെടിവെക്കാൻ അറിയാത്തവരാണല്ലോ ഇതെടുത്ത് വെടിവെക്കുക. എടുക്കുന്നല്ലേ. ഇടയ്ക്ക് നമ്മള് കളിക്കുമ്പോ സ്കില്ല് ഇതുണ്ടോ ക്രിസ്പ്രോയൊക്കെ ഉണ്ടോ? അതതെ, അത് സ്കില്ല്. ആ ഇതുപോലെ സ്കില്ല് കൂടണെങ്കില് വേറെ കണ്ണൊക്കെ എടുത്ത് കളിക്കണം. എടാ 3-3 കേട്ടോ. നമുക്കൊരു ഇതാണ് ചേച്ചി, പോസിറ്റീവാണ്. ഇവൻ നമ്മൾ 3-ലുണ്ട്. 3 അടിച്ചത് നമ്മളാ. അത് തരാം. കേറല്ലേ. അടി. 3 പേര് B കൂടെ കയറി. 3 പേര് B കൂടെ കയറി. മേലെയോ? സബാഷ്. ജോലി തിരക്കാണേ, മനസ്സിലായി. തരാൻ നിങ്ങളെല്ലാരും എയിലോട്ട് പോവാ, ഞാൻ ബിയിലോട്ട് പോവാ ഒരു വെറൈറ്റിക്ക്. ആ ബിയിലോട്ട് ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ ക്രിസ് നെഞ്ചുമിരിച്ച് നിക്കാൻ പറ്റത്തില്ല ചേച്ചി. ടൈറ്റുണ്ട് ചേച്ചിടാ. നമ്മുടെ ഫോണിൽ വന്നു, നമ്മുടെ ഫോണിൽ ഫയർ ആൻറ്റിയുടെ ബേസ് കാണാം നമുക്ക്. തന്നാ മതി, അടിക്കണം. അടിപൊളി. എടാ വെറുതെ പോലും അങ്ങനെയൊന്നും പറയരുത്. എന്നാ പറഞ്ഞേ കേട്ടില്ല. എയിം ഓഫ് ചെയ്യാതിരുന്നാ മതി. എന്ത് ചെയ്യാണ്ടിരുന്നാ മതിയെന്നാ? സായിപ്പ് നേരെ സ്പോണിലോട്ടാ പുഷ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം എന്നാ. അവിടുന്ന് ഇറങ്ങി, സ്നൈപ്പറിന്റെ അവിടുന്ന് ആളെ ഇറങ്ങി. ചേച്ചി അടിയിൽ ചേച്ചി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു മൂലക്ക് ഇരിക്കുവോ ഓടും ചെക്കുന്നില്ല. കുത്തിപ്പിടി അവിടെ മൂലക്ക് എന്നോണ്ടുള്ള കളിക്കാത്ത. സായിപ്പിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സായിപ്പും.